ഭ്രാന്താണോടാ? ഒരു ദിവസം അവൻ വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവൻ എന്തോ സംഭവിക്കാന്ന്. ഉച്ചയ്ക്ക് ഗ്യാസ് കുറ്റി വീണു. അല്ല, നമ്മൾ ജിമ്മിലൊക്കെ പോകാൻ നേരം നമ്മളിങ്ങനെ പറയും ഇന്ന് ചെസ്റ്റിന് അടിക്കാൻ പോകും, ലെഗിന് അടിക്കാൻ പോകും. അളിയൻ അതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തു. ചെസ്റ്റിന് അടി തന്നെ കൊടുത്തു. ഗ്യാസ് കുറ്റിക്ക് നെഞ്ചത്തടിക്കാൻ നേരം ഓക്കെ, നിന്റെ ചെസ്റ്റ് അംബുജ സിമെന്റും കൊണ്ട് കോൺക്രീറ്റ് ചെയ്തേക്കുമായിരിക്കും. പക്ഷെ നിന്റെ പല്ലോ ഗ്യാസ് കുറ്റി വല്ലതും പല്ലേ വീണ ഉണ്ടല്ലോ ആന്തിപ്പോവും. എന്നാൽ ടി ഒന്നും പറയാതെ അവിടുന്ന് പോയി. സ്വന്തം ജോലിയോട് ആത്മാർത്ഥതയില്ലാത്ത ജന്മം. മോഹനെ കണ്ടതും അവൻ ഓടി അവിടേക്ക് ചെന്നു. അവൻ മോഹന്റെ റോട്ടം കാണാൻ നേരം എനിക്ക് ഇലക്ട്രിക് ലൈനിൽ നിന്ന് വിടുവിച്ചു. അപ്പൊ അവനെ കറണ്ട് അടിച്ചില്ലയോടാ? അങ്ങനല്ലയോ വരേണ്ടത്. അവൻ അതിൽ തൊട്ട് കറണ്ട് അടിച്ച് കിടക്കാൻ നേരം ഇവൻ ചെന്ന് പിടിച്ചാൽ ഇവനെ കറണ്ട് അടിക്കണ്ടേ? ഇതിൽ ആലോചിക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ മോഹന് ഷോക്കടിച്ചു. എന്നാൽ മോഹനെ അവിടുന്ന് പിടിച്ചു മാറ്റിയിട്ടും എന്തുകൊണ്ടാണ് സൂരജിന് ഷോക്ക് ഏൽക്കാതിരുന്നത്? ആലോചിക്കൂ ലോജിക്കൽ ആർമി. ആലോചിക്ക് അലർജിയോ? നോക്കൂ, എന്നിട്ട് പറയൂ, ഈ സ്ത്രീയുടെ ഭർത്താവ് ആരാണെന്ന്. അത് അവർക്കറിയത്തില്ല. നമ്മളോടാണോ ചോദിക്കുന്നത് അവരുടെ ഭർത്താവ് ആരാണ്? എല്ലാം പല്ലേ വീണ ഉണ്ടല്ലോ ആന്തിപ്പോവും. ഇവന് ബലമുണ്ട്, ബലമില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ബലത്തിനെക്കാട്ടി കൂടുതൽ വിവരക്കേടാ. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആവുന്നത് എപ്പോഴാണെന്നറിയോ? ബലവും വിവരക്കേടും ഒരുമിച്ച് കിട്ടുമ്പോ. അക്ഷയ് എന്ന് പറയുന്ന കൂട്ടുകാരനുണ്ടെന്നുണ്ടെങ്കിൽ അവനെ മെൻഷൻ ചെയ്യുക. ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണ്. നീ വിഷമിക്കണ്ട, നിനക്ക് എന്റെ ബെസ്റ്റിനെ തരാം. എവിടെ പോയി? ഹായ് ബെസ്റ്റി, ഹൗ ആർ യു? ദാ ബെസ്റ്റി. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കഴിഞ്ഞത്. ഓ, ചന്തിയുടെ ബലം കാണിക്കുക. അടി. ഹാർഡ് വർക്ക് ട്രെയിനിങ്. ഇതെന്തോലുള്ള ട്രെയിനിങ്ങാ? ഇത് കഴിഞ്ഞ് 4 ദിവസത്തൊക്കെ അവന്റെ അപ്പി പേടിച്ച് വെളിയിൽ ഇറങ്ങിയിട്ടില്ലെന്നാ കേട്ടത്. പാവം മൂടി അകത്ത് കയറിയിരിക്കും.